താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. തിരുവരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യവരദായിനിയായ ശ്രീ പാർവതീദേവിയുടെ നടത്തുറപ്പ് മഹോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. അകവൂർ മനയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും പൂക്കാവടിയുടെയും അകമ്പടിയോടെ തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നതോടെ നടത്തുറപ്പ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമാകും. തിരുവാഭരണ ഘോഷയാത്ര ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം പ്രത്യേക ആചാരങ്ങളോടെയാണ് നട തുറക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 4 മുതൽ രാത്രി 9 വരെ ദർശനത്തിനായി ക്ഷേത്രനട തുറന്നിരിക്കും. ഭക്തർക്ക് ദർശനത്തിനായി ക്യൂ നിൽക്കുന്നതിനായി 50,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. ചരിത്രപ്രസിദ്ധമായ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതീദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തിന് നാളെ തുടക്കം കുറിക്കുകയാണ്. നാളെ വൈകിട്ട് 4 മണിക്ക് അകവൂർ മനയിൽ നിന്നും വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി കൃത്യം 8 മണിക്ക് ശ്രീ പാർവതീദേവിയുടെ നട തുറക്കുന്നതോടുകൂടി ഈ വർഷത്തെ നടതുറപ്പ് മഹോത്സവത്തിന് ആരംഭം കുറിക്കുകയാണ്. നടതുറപ്പ് മഹോത്സവത്തിൻ്റെ ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു. നമ്മൾ ഭക്തജനങ്ങൾക്ക് ക്യൂ നിൽക്കുന്നതിനുള്ള വലിയ 2 പന്തലുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഒന്ന് വെർച്വൽ ക്യൂ സംവിധാനവും 2 ജനറൽ ക്യൂ സംവിധാനവുമാണ്. ഈ 2 സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ ദേവീ ദർശനം നടത്തണമെന്ന് ആദ്യമായി ക്ഷേത്ര ട്രസ്റ്റിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും വഴിപാട് സാധനങ്ങൾ ഈ ക്യൂ സിസ്റ്റത്തിലൂടെ തന്നെ വാങ്ങുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് എല്ലാ ഭക്തജനങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ ഗതാഗത നിയന്ത്രണം, മറ്റ് കാര്യങ്ങൾ എന്നിവയ്ക്കായി നമ്മുടെ ആലുവ SP ഹേമലത IPS അവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 350ഓളം പോലീസ് ഉദ്യോഗസ്ഥരും ക്ഷേത്ര ട്രസ്റ്റിൻ്റെ കീഴിലുള്ള വാളണ്ടിയേഴ്സ്, മറ്റ് സെക്യൂരിറ്റി ജീവനക്കാർ എന്നിവർ എല്ലാ ഭക്തജനങ്ങളുടെ സുരക്ഷിതത്തിനു വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. ദേവീ ദർശനം നടത്തുന്നതിനുള്ള സമയം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ 4 മണി മുതൽ വൈകിട്ട് 9 മണി വരെയാണ്. എന്നാൽ ഭക്തജന തിരക്കിൻ്റെ അനുസരിച്ച് 9 മണിക്ക് അത്താഴ പൂജയ്ക്ക് ശേഷം മുഴുവൻ ഭക്തജനങ്ങളും ദേവീ ദർശനം നടത്തിയതിന് ശേഷം മാത്രമേ ശ്രീ പാർവതിയുടെ നട രാത്രി അടയ്ക്കുകയുള്ളൂ എന്നുള്ള വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിക്കുന്നു. കൂടാതെ വരുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള 7 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാന വഴിപാടുകളായ പട്ട്, പുടവ, ഇണപ്പുടവ, താലി, തൊട്ടിൽ, വാൽക്കണ്ണാടി തുടങ്ങിയവ ദേവിക്ക് സമർപ്പിക്കുന്നതിനും പുഷ്പാഞ്ജലികൾ, ധാര തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിനും ക്യൂവിൽ തന്നെ കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ക്യൂ കൂടാതെ മുൻകൂട്ടി ദർശന ദിവസവും സമയവും ബുക്ക് ചെയ്ത് തിരക്കൊഴിവാക്കി ദർശനം നടത്തുന്നതിന് വെർച്വൽ ക്യൂ സംവിധാനവും തയ്യാറാക്കിയിട്ടുണ്ട്. അകവൂർ മനയ്ക്കൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്രയോടുകൂടി ആരംഭിച്ച് രാത്രി 8 മണിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ദേവിയുടെ നട തുറക്കുകയും അതോടുകൂടി ഈ വർഷത്തെ നടതുറപ്പ് മഹോത്സവത്തിന് ആരംഭം കുറിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന, വിവിധ ജില്ലകളിൽ നിന്നും വരുന്ന ഭക്തജനങ്ങൾ, അതായത് വിപുലമായ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണ് ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് പ്രധാന വഴിപാടുകളിലൊന്നായ ശ്രീപാർവതി ദേവിയുടെ നടയ്ക്കൽ മഞ്ഞൾപ്പറ നടക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. മംഗല്യവരദാനിയായ ശ്രീപാർവതി ദേവിയുടെ നടയ്ക്കൽ പറവഴിപാട് നടത്തുന്നത് മംഗല്യ സൗഭാഗ്യം കൈവരും എന്നാണ് ഐതിഹ്യം. അതേമാതിരി തന്നെ ശ്രീ മഹാദേവന്റെ നടയ്ക്കൽ എള്ളുപറ പ്രധാനമാണ്. അതിനുവേണ്ട സൗകര്യങ്ങളും ക്ഷേത്രം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ ദീർഘായുസിന് വേണ്ടിയാണ് ഈ എള്ളുപറ
എന്നാണ് ഐതിഹ്യം. 2026 വർഷത്തേക്ക് വഴിപാട് ബുക്ക് ചെയ്ത് നടത്തുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലെ വഴിപാട് ബുക്കിംഗ് കൗണ്ടറുമായി ബന്ധപ്പെട്ട് വഴിപാടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഐതിഹ്യം, ചാർത്തിയ പട്ട് പുടവ, എള്ളുതിരി, ശാസ്താവിൻ്റെ നടക്കൽ, നാളികേരം ഉടയ്ക്കൽ, ഇതിനെല്ലാം കൗണ്ടറുകൾ പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ ദർശനത്തിന് വളരെ സൗകര്യപൂർവ്വം ദർശിക്കുന്നതിന് വേണ്ട സജ്ജീകരണങ്ങൾ അമ്പലത്തിനകത്തും പുറത്തും ക്ഷേത്ര ട്രസ്റ്റ് സജ്ജമാക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തജനങ്ങൾക്കാവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനുമായി പോലീസ് സേനയ്ക്ക് പുറമെ പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡുകളും വളണ്ടിയർമാരും രംഗത്തുണ്ടാകും. ദിവസവും അന്നദാനവുമുണ്ട്. സ്പെഷ്യൽ ബസ് സർവീസുകളും ഒരുക്കിയിട്ടുണ്ട്. വാഹനങ്ങൾക്കായി പാർക്കിംഗ് ഗ്രൗണ്ടുകളും ഒരുക്കിയിട്ടുണ്ട്. നിരന്തരം ഇടപെടലുകൾ കൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ക്ഷേത്രത്തിലേക്കുള്ള വഴികൾ നന്നാക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ആലുവ MLA നിർദ്ദേശിക്കുകയും MLA ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡ് വളരെ ഭംഗിയായി നന്നാക്കുകയും ചെയ്തിട്ടുണ്ട്.